ഫ്രണ്ട്സ്, നമുക്കൊരു പാവക്ക കറി ഉണ്ടാക്കിയാലോ? പാവക്കയും മാങ്ങയും വെച്ചൊരു തേങ്ങ അരച്ച കറി. അതിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് അരച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പഴയ ഒരു കറിയാട്ടോ. അപ്പോൾ ചിലവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, ഇല്ലാത്തവരൊന്നും ഉണ്ടാക്കി വെക്കുക. പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. നമ്മൾ ചട്ടിയിലേക്ക് പച്ചമുളക്, വേപ്പില, പാവയ്ക്ക, മാങ്ങ എല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മളൊന്ന് വേവിക്കാൻ വയ്ക്കുക. പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കൂട്ടുകളൊക്കെ ഇടും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പിന്നെയും വീഡിയോ ഇടാനായിട്ടുള്ളൊരു പ്രചോദനം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കറി നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ച് മാങ്ങയുടെ ഒരുവിധം പുളി ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ച് അരപ്പിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ആ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ നോക്കി ഉപ്പൊക്കെ ഇടുക. എന്നിട്ടൊന്ന് തേങ്ങ അരപ്പായതുകൊണ്ട് നേരിയതായിട്ടല്ലേ ചൂടാക്കാൻ പറ്റൂ. അച്ചാമ്മയാണ് എൻ്റെ. അപ്പോൾ അച്ചാമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പഴയകാല കറി ആയതുകൊണ്ടിട്ട്. എന്നിട്ട് അതെല്ലാം ഉപ്പൊക്കെ എല്ലാം നോക്കിക്കഴിഞ്ഞ് ഒരു ഇച്ചിരി മധുരം ഒന്ന് ഇട്ട് കൊടുക്കുക, പാവയ്ക്ക ആയതുകൊണ്ട്. പിന്നെ കടുക് വറുക്കണ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഒന്ന് വറുത്തിടുക. വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ഫ്രണ്ട്സ്.